വളരെ രസകരമായ ഒരു ഗെയിമാണ് ഐസ് സ്കേറ്റിംഗ്. ഐസ് സ്കേറ്റിംഗ് ഒക്കെ നമ്മൾ ടി വിയിൽ കാണുന്നത് പോലെ വളരെ മനോഹരമായൊരു ഗെയിമാണ്. പക്ഷെ അത് പങ്കെടുക്കണമെങ്കിൽ ഇച്ചിരി എക്സ്പെൻസീവാണ്. അതിനുള്ള സകല ഐറ്റംസും നമ്മൾ മേടിക്കൂ. പിന്നെ ചില ഐറ്റംസൊക്കെ വാടകയ്ക്കും കിട്ടും ഇവിടെ സ്കേറ്റിംഗ് പ്ലേസുകളിൽ. ഇപ്പോൾ ബാരിക്കടുത്ത് ബ്ലൂ മൗണ്ടൻ എന്ന് പറഞ്ഞ ഒരു പ്ലേസ് ഉണ്ട്. അവിടെ ഒരു 19ഓളം ട്രാക്കുകളുണ്ട്. അവിടെ നമുക്ക് വന്ന് ഇത് പങ്കെടുക്കാനും അത് എൻജോയ് ചെയ്യാനൊക്കെ സാധിക്കും. US തൊട്ട് യൂറോപ്യൻ കൺട്രികളിൽ നിന്നൊക്കെ ധാരാളം ആളുകളിലൂടെ വരുന്നുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ബ്ലൂ മൗണ്ടൻ ഹിൽസ്. ഇവിടെ വന്ന് ധാരാളം ആളുകൾ ഈ ഗെയിമിൽ പങ്കെടുക്കുന്നുണ്ട്. അത് പങ്കെടുക്കണമെങ്കിൽ ഇച്ചിരി എക്സ്പെൻസീവാന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇത് പിന്നെ കുറേ ഐറ്റംസൊക്കെ വാടകയ്ക്ക് കിട്ടുമെങ്കിലും എങ്ങനെയായാലും താഴെ നിന്ന് മുകളിലേക്ക് വരാനും ഒക്കെയുള്ള എക്സ്പെൻസൊക്കെ എന്തായാലും മുടക്കണം. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയായാലും അതിന് കാശ് മുടക്കുന്നുണ്ട്. പക്ഷെ വളരെ രസകരമാണ്. എല്ലാവരും വന്ന് പങ്കെടുക്കുന്നു. അതുപോലെ ഇത് പങ്കെടുക്കണമെങ്കിൽ താഴേക്ക് കാണുന്ന കുഴി ഉണ്ടോ, അതിലേക്ക് എടുത്തങ്ങ് തെന്നി വീഴുക. ഭയങ്കര കുഴിയിലേക്കാണ് പോകണേ. നല്ല ബാലൻസൊക്കെ ആവണേ. എങ്ങനെ വന്നാലും ഇത് ഒന്ന് സെറ്റപ്പായി വരണമെങ്കിൽ ഒരു 8-10 വീഴ്ചയെങ്കിലും വീഴാതെ നടക്കൂല. പിന്നെ അവരതിൻ്റെ ബാലപാഠങ്ങളൊക്കെ ഇവിടെ മുകളിൽ തന്നെ പഠിപ്പിക്കുക. അതാണ് ഞാൻ ആദ്യം കാണിച്ചത്. അതിന് റീലിൻ്റെ ആദ്യമുള്ള അതാണ്. അതിൽ നമ്മൾ ആദ്യം ബാലപാഠങ്ങളൊക്കെ പഠിച്ച് കുറച്ചാണ് ചെയ്യണത്. ആദ്യം വന്ന് ഈ കുഴിയിലേക്ക് ചാടാൻ പറ്റില്ല. അതുപോലെ വലിയ കുഴികളിലേക്കാണ് അത് പോകുന്നത്. ഭയങ്കര കിലോമീറ്ററോളം താഴ്ചയിലേക്കാണ് ഇത് പോകുന്നത്. വളരെ രസകരമാണ്. എൻജോയ് ചെയ്യേണ്ട ഒരു ഗെയിം തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ ഏറ്റവും താഴെ നമ്മൾ എത്തുന്നിടത്ത് ആളുകളെല്ലാം ഇവിടെ നിന്നാണ് കയറി പോകണം മുകളിലേക്ക്. അതിനു വേണ്ടി പ്രത്യേക ഇതൊക്കെ ഉണ്ട്. ട്രെയിൻ പോലുള്ള സെറ്റപ്പുകളുണ്ട്. പിന്നെ അവിടെ ഗെയിമെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് വിശ്രമിക്കാനും താമസിക്കാനും ഇവിടെ സൗകര്യങ്ങളുണ്ട്. താഴെ അവിടെ പലവിധ ആരെങ്കിലും പർച്ചേസ് ചെയ്യാനും റെസ്റ്റോറൻറ്റുകൾ, ചൂട് കായാനുള്ള സ്ഥലം, പിന്നെ എൻ്റർടൈൻമെൻറ്റിന് അവിടെ DJ വർക്ക് പാർട്ടികൾ, അങ്ങനത്തെ സെറ്റപ്പുകൾ. വളരെ രസകരമായ സ്ഥലമാണ് ഈ ഏരിയയുടെ. ഞാൻ നേരത്തെ ഒരിക്കൽ ക്രിസ്മസ് കരോളിൻ്റെ വീഡിയോ എടുത്തു. അന്നിങ്ങനെ മഞ്ഞൊന്നും വീണിട്ടില്ല. പിന്നെ നിലത്ത് കിടക്കുന്ന സാധനം വരെ ടാറൊന്നുമല്ല, മഞ്ഞ് തന്നെ വീണ് ആളുകൾ ചവിട്ടി ചെളി പോലെ ഇരിക്കുന്നതാണ് താഴത്ത് കാണുന്നത്. കാണുമ്പം നിസ്സാരം തോന്നും. നമ്മളൊക്കെ വിറച്ചിരിക്കും. ഞങ്ങളിത് എൻജോയ് ചെയ്തു. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ കനൽ തീ കായാനുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് ഒരു കുട്ടിയും അമ്മയും മോനും കൂടെ കഴിഞ്ഞ് ഉണ്ടായിക്കൊണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഐറ്റംസായിട്ട് വന്നിട്ട് ഇവിടെ പങ്കെടുക്കാൻ. തീ കായാനുള്ള സ്ഥലമൊന്നും